തുപ്പി എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ അനവധി ആരോപണങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞാൻ അങ്ങനെ ഒന്നിനെ പറ്റി ഞാൻ പൊതുവെയാണ് പറയുന്നത്. പൊതുവെ നമ്മുടെ സംസ്ഥാനത്ത് പല ആളുകളും ഇപ്പോൾ ഇത് ഉപേക്ഷിച്ചു വരുന്നുണ്ട്. ധാരാളം ആളുകൾ ഇത് ഉപേക്ഷിച്ചു വരുന്നുണ്ട്. അവരുടെ പേര് ഞാൻ വെളിപ്പെടുത്തില്ല, ശരിയല്ല. നമ്മുടെ ഈ ബോധവൽക്കരണ പ്രക്രിയയിലൂടെ തന്നെ ധാരാളം ആളുകൾ അത് ഉപേക്ഷിക്കുകയും നമ്മുടെ ഈ ക്യാമ്പയിനിൽ പങ്കാളികളാവുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരും സഹോദരിമാരുമാണ് ഏറ്റവും വിഷമിക്കുന്നത്. എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്, കേരളത്തെ മയക്കുമരുന്ന് വിമുക്ത സംസ്ഥാനമാക്കി മാറ്റണം. അതിനുവേണ്ടി എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഇതിനകത്ത് രാഷ്ട്രീയമില്ല. ഓപ്പറേഷൻ തുഫാൻ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും യോജിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് കേരളം ഒറ്റക്കെട്ടായി ഈ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. 26-ാം തീയതി ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനമാണ്. അന്ന് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും ആഭ്യന്തര വകുപ്പ് പുതിയ പരിപാടികൾ ആവിഷ്കരിക്കുകയാണ്. എല്ലാ MLA മാരും അവരവരുടെ നിയോജക മണ്ഡലങ്ങളിൽ അന്ന് ഈ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നു.